ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നാടൻ തോരനാണ് തയ്യാറാക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതും ചേനയുടെ ഇല കൊണ്ടാണ് തോരൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. എനിക്കറിയില്ലായിരുന്നു ചേനയില വെച്ച് തോരൻ തയ്യാറാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ കുഞ്ഞുമ്മയാണ് പറഞ്ഞത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് നമുക്കിന്ന് തയ്യാറാക്കിയെടുക്കാൻ, പെട്ടെന്ന് തന്നെ ഞൊടിയിടയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു തോരൻ കൂടിയാണ് ചേനയില കൊണ്ട്. അപ്പോൾ നമുക്ക് ചേനയിലെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. തളിരിലയുണ്ടല്ലോ, ഇതുപോലുള്ള തളിരിലയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റിയാണ്. തളിരില ആ ഒരെണ്ണം മാത്രമേ ഉള്ളതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തില്ല. പിന്നെ അതിൽ ഇച്ചിരി കൂടെ വലിപ്പമുള്ള ഇലയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇലയെല്ലാം ഇതിനകത്ത് എന്തെങ്കിലും പ്രാണികളോ ചിലന്തി വലയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി പെറുക്കി കഴുകി വൃത്തിയാക്കി എടുക്കാം. ചേന പോലെ തന്നെ ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈബർ, അയൺ, വൈറ്റമിൻ സി ഒക്കെ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചേന. ചേനയിലയിലും അതുപോലെ തന്നെ അടങ്ങിയിട്ടുണ്ട്. ചേനയും ചേനയുടെ തണ്ടും ഇലയും ആഹാരപ്രദമാണ്. മരുന്നായി ആഹാരമായും ചേന നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ചേന ഇലയും ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇലയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് നിവർത്തി, ചെറിയ തളിരിലയാണെങ്കിൽ നന്നായിട്ട് നിവർത്തി കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇല്ല ഇതിന്. അപ്പോൾ നമുക്ക് ചേനയില എല്ലാം ഒന്ന് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ചേനയില വീട്ടിലുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു തോരനാണ് ഇത്. ചേനയില എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനാദ്യം തന്നെ നമുക്ക് തോരനിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് തേങ്ങ മതി. അതിലേക്ക് ചെറിയ ജീരകവും 2-3 അല്ലി വെളുത്തുള്ളിയും കാന്താരിമുളകുമാണ് എടുത്തിട്ടുള്ളത് എരിവിന് ആവശ്യത്തിന്. എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ ചട്ടിയിലാണ് തോരൻ തയ്യാറാക്കുന്നത്. മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. ചേനയില ഇട്ട് കൊടുക്കാം, അരിഞ്ഞു വെച്ചിട്ടുള്ള. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ ചേനയില എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി എല്ലാം കൂടി ഒന്ന് ഒതുക്കി തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വെച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചേനയില തോരൻ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചേനയില തോരനാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.